Hi all, welcome to Network Theory class. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് AC അനാലിസിസ് വരുന്ന ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, എക്സ്പെഷ്യലി AC കേസ്, AC അനാലിസിസ് ഓഫ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസിങ് AC അനാലിസിസ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the value of resistor that results in maximum power transfer. Also find the value of maximum power transfer. നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്നുള്ള റെസിസ്റ്റൻസ് വാല്യൂവും അതുപോലെ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്നുള്ള പവർ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്കും ആ നെറ്റ്വർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഏത് കാറ്റഗറിയിലൊക്കെ വരുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സോഴ്സസ് ആണ് നോക്കുക തന്നിരിക്കുന്ന നെറ്റ്വർക്കിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് സോഴ്സസേ ഉള്ളൂ. ഡിപെൻഡന്റ് സോഴ്സ് വെച്ചാൽ ഡയമണ്ട് ഷേപ്പ് വരുവാണെങ്കിലായിരിക്കും അത് ഡിപെൻഡന്റ് സോഴ്സ് ആവുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആണ് ഉള്ളത്. നമുക്കത് നോട്ട് ചെയ്യണം. ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആണ്, ഇൻഡിപെൻഡന്റ് സോഴ്സസ്. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയത് നിങ്ങളൊന്ന് നോക്കണം, തന്നിരിക്കുന്ന ഏത് കാറ്റഗറിയിലാണെന്ന് നോക്കണം. ഇൻഡിപെൻഡന്റ് സോഴ്സ് പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ അതോ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ടേംസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇതിന്റെ കേസിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ ഉണ്ട്. സോ ഇറ്റ് കംസ് അണ്ടർ AC അനാലിസിസ്. ഓക്കെ, AC അനാലിസിസ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തെടുത്തു. ഒന്ന് ഇൻഡിപെൻഡന്റ് സോഴ്സ് കേസ് ആണ്, സെക്കൻഡ് AC അനാലിസിസ് ആണ്. ഇനി അടുത്ത ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 90% പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തെവെനിൻസ് തിയറം തന്നെയാണ്. തെവെനിൻസ് തിയറം ആണ്. അപ്പം തെവെനിൻസ് തിയറം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തെവെനിൻസ് തിയറം ചോദിച്ചാലും നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുമ്പോഴും നമുക്ക് ആ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം തെവെനിൻസ് തിയറം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഐദർ ഇൻ ഡയറക്ട്ലി ആസ് തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫൈൻഡിങ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ 100% ഷുവർ ക്വസ്റ്റ്യൻ. നമ്മൾ K2 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ 2019 സ്കീമിൽ മോഡ്യൂൾ 2 5 തിയറംസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തെവെനിൻസ് തിയറം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തെവെനിൻസ് തിയറം ഡയറക്റ്റ് വെക്കുമ്പോൾ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുമ്പോഴും നമുക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കുറേ വീഡിയോസ് നമ്മൾ തെവെനിൻസ് തിയറം, ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വാച്ച് ചെയ്യാത്തവർ വാച്ച് ചെയ്യുക. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിന്റെയും ലിങ്ക്സ് ഉണ്ട്, അതുപോലെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെവെനിൻ പറഞ്ഞില്ലേ 90% തെവെനിൻ തിയറത്തിന് സെയിം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓൾറെഡി നമുക്കറിയാം തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഒരു വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് RTH. ഇതാണ് നമ്മുടെ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ RTH ആണ് തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട്. അപ്പൊ അത് ഡിപെൻഡന്റ് കേസിലും ഇൻഡിപെൻഡന്റ് കേസിലും RTH കണ്ടുപിടിക്കുന്ന ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ്. ഇൻഡിപെൻഡന്റ് സോഴ്സ് ആയതുകൊണ്ട് ഈ VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്ത് അതിലേക്കൂടെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും നമ്മളുടെ VTH എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഈ സെയിം സർക്യൂട്ട് ഇവിടെ റീഡ്രോ ചെയ്തിരിക്കുകയാണ്. അതിലെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ ഈ RL റിമൂവ് ചെയ്ത്, അപ്പോൾ അതിന് അക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു VTH എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം ഇതിന്റെ കേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുകയാണെങ്കിലും ഫസ്റ്റ് തെവെനിൻ ഇക്വിവലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ വി നീഡ് ടു ഫൈൻഡ് ദ തെവെനിൻ വോൾട്ടേജ്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് RTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കേസിൽ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മാത്രം മതി, അതായത് തന്നിരിക്കുന്ന നെറ്റ്വർക്കിൽ സോഴ്സസ് ഉണ്ടെങ്കിൽ സോഴ്സസ് ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്യണം. അതായത് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പം
കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ നെറ്റ്വർക്ക് പ്യൂർലി ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് മാറും, അല്ലെങ്കിൽ ഇംപിഡൻസ് നെറ്റ്വർക്കായിട്ട് മാറും. എസിയുടെ കേസിൽ ഇംപിഡൻസ് നെറ്റ്വർക്കായിട്ട് മാറും. അപ്പോൾ അതിന്റെ ഇക്വലന്റ് ആയിരിക്കും, ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും RTH എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കേസ് ആണെങ്കിൽ. പക്ഷേ ഡിപെൻഡന്റ് സോഴ്സ് ഇതുപോലത്തുള്ള പ്രോബ്ലം നമുക്ക് ഡിപെൻഡന്റ് കേസും ചോദിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡിപെൻഡന്റ് പാരാമീറ്റർ കാണും. ആ ഡിപെൻഡന്റ് പാരാമീറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം VTH ഈ മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. RTH വരുമ്പോഴത്തേക്ക് RTH ഡയറക്റ്റ് അല്ല ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. RTH ഈസ് ഒബ്റ്റൈൻഡ് ബൈ VOC ഡിവൈഡ് ബൈ ISC. ഇതിന്റെ റേഷ്യോ ആയിട്ടാണ് നമ്മൾ RTH ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഒരു ISC ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. എന്തിന്റെ കേസിലാണ്? ഡിപെൻഡന്റ് സോഴ്സിന്റെ കേസിൽ. ഡിപെൻഡന്റ് സോഴ്സിന്റെ കേസിൽ RTH ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടല്ല. ഡിപെൻഡന്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് നമുക്ക് RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്തെടുക്കും? റേഷ്യോ ഓഫ് VOC ബൈ ISC എടുക്കും. ഈ VOC എന്ന് വെച്ചാൽ നമ്മളിവിടെ VTH കണ്ടുപിടിക്കുമ്പോൾ VOC നമുക്ക് കിട്ടും. ഇനിയും എക്സ്ട്രാ ആയിട്ട് ISC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനൽ ഉണ്ടല്ലോ, ഈ ടെർമിനലാണ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അതിന് അക്രോസ് അതിലേക്ക് പോകുന്ന കറണ്ട് ആണ് ISC എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അക്രോസ് ദ ലോഡ് ടെർമിനൽ, ദാറ്റ് ഈസ് ISC. അപ്പൊ ISC എക്സ്ട്രാ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് രണ്ടിന്റെയും റേഷ്യോ എടുക്കുമ്പോഴായിരിക്കും RTH കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് ഇന്ന് ഈ തന്ന പ്രോബ്ലത്തിനകത്ത് ഇൻഡിപെൻഡന്റ് സോഴ്സ് കേസ് ആയതുകൊണ്ട് ISC ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, RTH കണ്ടുപിടിക്കാൻ വേണ്ടി പകരം എന്ത് ചെയ്താൽ മതി? ആ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്ത് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ആദ്യം നെറ്റ്വർക്ക് കിട്ടുമ്പോഴത്തേക്ക് ഏത് ടൈപ്പ് സോഴ്സ് ആണെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇൻഡിപെൻഡന്റ് സോഴ്സ് കേസാണ്. സെക്കൻഡ്, റെസിസ്റ്റർ കപ്പാസിറ്റി ഇൻഡക്ടർ ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് കേസിലുണ്ട്. ഇപ്പോൾ സോ ഇറ്റ് കംസ് അണ്ടർ AC അനാലിസിസ്. പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 90% സെയിം ആസ് എന്താണ്? നമ്മളുടെ തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്താണ്. അതായത് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളുടെ എയിം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം VTH ഇൻ സീരീസ് വിത്ത് RTH ആണ്. അപ്പൊ അതിൽ VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്ത് കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് നമ്മുടെ VTH എന്ന് പറയുന്നത്. ഇനി RTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കേസ് ആയതുകൊണ്ട് സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പം കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വലന്റ് ഒരു ഇംപിഡൻസ് നെറ്റ്വർക്ക് ആയിട്ട് വരും. അതിന്റെ ഇക്വലന്റ് വാല്യൂ ആണ് RTH എന്ന് പറയുന്നത്. അത് ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കേസിൽ. അപ്പം വേണമെങ്കിൽ ക്വസ്റ്റിനകത്ത് ഡിപെൻഡന്റ് സോഴ്സ് വരാം. അപ്പൊ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഇൻ കേസ് ഇവിടെ ഡിപെൻഡന്റ് സോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഇതുപോലത്തുള്ള ഒരു സോഴ്സ് ഡയമണ്ട് ഷേപ്പിൽ കറണ്ട് സോഴ്സോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ പ്ലസ് ഓർ മൈനസോ കൂടെ അതിനകത്ത് ടേം ഉണ്ടെങ്കിൽ എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ VTH ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ സെയിം മെത്തേഡ് തന്നെ. പക്ഷേ RTH സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ISC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ISC വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് ISC എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് VOC ബൈ ISC ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ ഇക്വലന്റ് RTH ഇൻ കേസ് ഓഫ് ഡിപെൻഡന്റ് സോഴ്സസ് കേസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പം ഇതിന്റെ കേസിൽ നമുക്ക് VTH വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം, RTH വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് രണ്ടും കൂടി സീരീസ് ആകുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് തെവെനിൻ ഇക്വലന്റ്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്ത് അതിൽ ലോഡ് റെസിസ്റ്റർ അങ്ങ് റിമൂവ് ചെയ്ത് എന്നിട്ട് അതിന് ക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് നമ്മളുടെ VTH എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മളുടെ എയിം എന്താ? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മുടെ എയിം. അപ്പം പല രീതിയിൽ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ്, അങ്ങനെ ഡിഫറെന്റ് ടൂൾസ് നമുക്ക് അറിയാവുന്ന ഏത് വേണമെങ്കിലും ഏത് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും എളുപ്പം സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തുള്ള സർക്യൂട്ട്സ് വരുവാണെങ്കിൽ AC സർക്യൂട്ട് വരുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അതിനകത്ത് റെക്ടാങ്കുലർ ടു പോളാർ, പോളാർ ടു റെക്ടാങ്കുലർ അങ്ങനത്തുള്ള കൺവേർഷൻസ് കാണും. അതായത് കോംപ്ലക്സ് ടേംസ് വരും. അപ്പം നോർമലി നമ്മളിത് കാണുമ്പോഴത്തേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോഡൽ അനാലിസിസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കേസിലൊക്കെ അല്ലെങ്കിൽ DC അനാലിസിന്റെ കേസിലൊക്കെ നമ്മൾ അതാ ചെയ്തത് അല്ലേ? DC
അതായത് കപ്പാസിറ്റർ ഇൻഡക്ടർ വരാത്ത കേസിൽ നമ്മൾ നോർമലി ഇങ്ങനത്തുള്ള പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യും, നോഡ് വോൾട്ടേജ് കിട്ടും. അപ്പോൾ നോഡ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് കമ്പൗണ്ടിനെ കുറിച്ചുള്ള വോൾട്ടേജ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്ക് AC എലമെന്റ്സ് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കൺവേർഷൻസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ നോഡൽ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം V/R ഫോം ആണ്. അപ്പൊ അതിനകത്ത് കോംപ്ലക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്ററിലൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ കിട്ടാൻ വാല്യൂസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡയറക്റ്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഈ കോംപ്ലക്സ് വാല്യൂസ് V/R ഫോം വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലത്തിനകത്ത് AC വരുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതിനെ നമുക്ക് അങ്ങ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കേസിൽ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അതിന്റെ നോഡിന്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ അതിന്റെ മെഷീൻ എണ്ണം കുറയും. അപ്പൊ സർക്യൂട്ട് കുറച്ചും കൂടെ സിമ്പിൾ ആവും. അപ്പൊ അതിനെയാണ് നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുമ്പം നമുക്കറിയാം, ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്ററിന് എന്തായിട്ട് മാറും? എ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് സെയിം റെസിസ്റ്റർ. അതുപോലെ തിരിച്ച് വൈസ് വേഴ്സയാണ്. ഇവിടെ നോക്കുക, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കറന്റ് സോഴ്സ് ആണ്. ദിസ് കറസ്പോണ്ട്സ് ടു ദ റെസിസ്റ്റൻസ്. എന്താണ്? 4 + 4 - 4 - 4j ഇല്ലേ? അത് നമുക്കൊരു റെസിസ്റ്റർ ആയിട്ട് എടുത്തുകൂടെ? അപ്പൊ ഇതിനകത്ത് എന്താ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ്, അതായത് ഒരു കറന്റ് സോഴ്സ് ഉണ്ട്, അതിന്റെ വാല്യൂ 2∠30° ആണ്. ഇൻ പാരലൽ വിത്ത് എന്താ വന്നിരിക്കുന്നത്? ഒരു ഇംപിഡൻസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 4 - 4j. ഓക്കെ, ക്ലിയർ അല്ലേ? 4 - 4j അല്ലേ? ഓക്കെ, ഇതിനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ അപ്ലൈ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? ദിസ് ബിക്കംസ് ആൻ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ദാറ്റ് സെയിം റെസിസ്റ്റർ ആയിരിക്കും വരുന്നത്. സീരീസ് വിത്ത് ദാറ്റ് സെയിം റെസിസ്റ്റർ. ദാറ്റ് റെസിസ്റ്റർ വാല്യൂ ഈസ് 4 - 4j. Okay, 4 - 4j. This is the voltage source V. ഇതിന്റെ കേസിൽ നമുക്ക് അറിയാം V = IR ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് I വാല്യൂ അറിയാം, R വാല്യൂ അറിയാം. അപ്പം V കണ്ടുപിടിച്ചൂടെ? അപ്പൊ എന്ത് വരും? V = I യുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2∠30° ഇൻറ്റു എന്ത് വരും? 4 - 4j ആണ്. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം ഇത് പോളാർ ഫോം ആണ്, ഇത് റെക്ടാംഗുലർ ഫോം ആണ്. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വി നീഡ് ടു കൺവേർട്ട് ദിസ് റെക്ടാംഗുലർ ഫോം ടു പോളാർ ഫോം. എന്നിട്ട് എന്ത് ചെയ്യും? M മൾട്ടിപ്ലൈ ചെയ്യും, ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്റ്റീവ് ചെയ്യും. ഇതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 11.31 ആംഗിൾ -15° എന്ന് കിട്ടും. V value will be 11.31 ആംഗിൾ -15° എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് V കിട്ടി. അപ്പൊ ഇതിനകത്താണെങ്കിൽ അത് റീപ്ലേസ് ചെയ്തൂടെ? സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തൂടെ? അപ്പൊ എങ്ങനെ വരും? ദിസ് V ഇൻ സീരീസ് വിത്ത് ദി സെയിം റെസിസ്റ്റർ വരും. ഞാനൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. ഇത്രയും പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്? സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തത്. അതിന് നമുക്ക് ഇക്വലന്റ് ഒരു വോൾട്ടേജ് സോഴ്സ്, അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, 11.31 ആംഗിൾ -15°. ദാറ്റ് വാല്യൂ ഇൻ സീരീസ് വിത്ത് ദിസ് റെസിസ്റ്റർ ആയിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് ഇത്രയും ടേംസ് പോവും. ഓക്കെ, ഇത്രയും ടേംസ് പോവും. അതിന് പകരമായിട്ട് എന്ത് വരും? വെരി ഗുഡ്. അതിന് പകരമായിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വരും. അതിന്റെ വാല്യൂ ആണ് 11.31 ആംഗിൾ -15. പിന്നെന്ത് വരും? ഇവിടെ ഒരു റെസിസ്റ്റർ വരും അല്ലേ? റെസിസ്റ്റർ വരും. റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം റെസിസ്റ്ററാണ് വരുന്നത്. ദറ്റ് ഈസ് 4 - 4j. ഓക്കെ, 4 - 4j എന്ന് വന്നു. അപ്പൊ ഇങ്ങനെയായി നമ്മളുടെ ഇക്വലന്റ് സർക്യൂട്ട്. ഞാൻ ഇപ്പുറത്ത് ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ സർക്യൂട്ട് ഞാനിവിടെ അതേപോലെ ഒന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെയായിട്ട് വരും. സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തപ്പോഴത്തേക്ക്, ഇതിനെ സോഴ്സ് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, മെഷിന്റെ എണ്ണം കുറഞ്ഞ്, നോഡിന്റെ എണ്ണം കുറഞ്ഞ് സിമ്പിളായി, കുറച്ചും കൂടെ സർക്യൂട്ട് സിമ്പിളായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വേണ്ടത്. ദിസ് ഈസ് ദ അവർ VTH, that is equal to VOC എന്ന് പറയുന്നത്. ഈ VTH വാല്യൂ ആണ് നമുക്ക് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നോക്കി ഈ ഒരു നെറ്റ്വർക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ അല്ലേ? ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡിവൈഡർ യൂസ് ചെയ്ത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ.
we can use the voltage divider rule. ഓർക്കേണ്ട ഒരു കാര്യം നെറ്റ്വർക്ക് അനാലിസിസിൽ അല്ലെങ്കിൽ സർക്യൂട്ട് അനാലിസിസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രണ്ട് ഇതെന്ന് വെച്ചാൽ ഒന്ന് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം, അതായത് കറണ്ട് സോഴ്സിന് ഇക്വലന്റ് വോൾട്ടേജ് സോഴ്സിലേക്കും വോൾട്ടേജ് സോഴ്സിന് ഇക്വലന്റ് കറണ്ട് സോഴ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. പിന്നെ സെക്കൻഡ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഡിവിഷൻ റൂളും കറണ്ട് ഡിവിഷൻ റൂളും നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് കുറേ എടുത്ത് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരും. മെയിൻലി വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ റൂൾ നമുക്ക് യൂസ് വരുന്നത് ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2+8J അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മളുടെ VTH എന്ന് പറയുന്നത്. സോ വി യൂസ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ ടു ഫൈൻഡ് VTH ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ടെർമിനൽ അക്രോസ് പറയുകയാണെങ്കിൽ VAB എന്ന് പറയാം അല്ലേ. VAB എന്ന് പറയും. AB നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ VAB ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡർ റൂൾ അനുസരിച്ച് എന്ത് വരും, ടോട്ടൽ വോൾട്ടേജ് ദാറ്റ് ഈസ് 11.31 ആംഗിൾ -15 ഡിഗ്രി ഇൻറ്റു ഏതിലേക്കൂടെ ഉള്ള ഡ്രോപ്പ് ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആ റെസിസ്റ്റൻസ് വാല്യൂ. നമുക്കിവിടെ 2 and 8J അക്രോസ് ഉള്ള വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് റെസിസ്റ്റൻസ് വാല്യൂ 2+8J ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പം എന്ത് വരും, 2+8J + 10 + 4 - 4J. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ. അതായത് ടോട്ടൽ വോൾട്ടേജ് ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇപ്പൊ ഇവിടെ 2+8J ദിസ് വാല്യൂ ഡിവൈഡ് ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക്. തന്നെ ഇതുണ്ട്, ദിസ് ടേം ഉണ്ട്, ദിസ് ടേം ഉണ്ട്, ദിസ് ടേം ഉണ്ട്, അതിന്റെ എല്ലാം കൂടെ സം ദാറ്റ് ഈസ് VAB. അപ്പൊ ഇവിടെയും ഓർക്കേണ്ട കാര്യം ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് ഫുള്ള് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ വീണ്ടും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവിഷൻ വരുമ്പോഴത്തേക്ക് പോളാറിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്റെ ഫൈനൽ ആൻസർ ഇവിടെ എഴുതുവാണ് 5.656 ആംഗിൾ 46.9 ഡിഗ്രി എന്ന് കിട്ടും. 5.656 ആംഗിൾ 46.9 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കിട്ടി, നമ്മളുടെ VTH വാല്യൂ കിട്ടി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ട VTH വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, RTH വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വെരി ഗുഡ്, RTH വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH. ഓക്കെ, ഇത് ഇൻഡിപെൻഡന്റ് സോഴ്സ് കേസ് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതിനകത്ത് നോക്കുക സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതിന്റെ കേസിൽ സോഴ്സസ് എന്തുണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ആ വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്താൽ മതി, ഡീആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ഡീആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, നോർമലി വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും പറഞ്ഞ്, ഈ ഇതങ്ങ് പോകും അല്ലേ, ഈ വോൾട്ടേജ് സോഴ്സ് പോകും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ we will replace it with a short circuit. Very good, we will replace with a short circuit. Okay, അപ്പം എന്തായിട്ട് മാറി, അത് ഇക്വലന്റ് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ട് മാറി. ഇതിന്റെ കേസിൽ ഇത് രണ്ടും എന്താണ്, സീരീസ് ആണ്. ഇത് രണ്ട് സീരീസ് ആണ്, ഇത് തമ്മിൽ എന്താണ്, പാരലൽ ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം, RTH ഈക്വൽ ടു പറഞ്ഞേ 4 - 4J under this term +10 അല്ലേ, അത് രണ്ട് സീരീസ് ആണ്. ഓക്കെ, ദാറ്റ് ക്വാണ്ടിറ്റി പാരലൽ വിത്ത് എന്തായിരിക്കും, 2+8J. വെരി ഗുഡ്, 2+8J എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ അതിനകത്ത് വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് വന്നു. ഇത് രണ്ട് സീരീസ് ആണ്, രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇത് രണ്ട് സീരീസ് ആണ് ആഡ് ചെയ്ത് തമ്മിൽ എന്തായിരിക്കും, അത് പാരലൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.28 ആംഗിൾ 45.98 ഡിഗ്രി എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ RTH വാല്യൂ, 7.28 ആംഗിൾ 45.98 ഡിഗ്രി. നമ്മൾ ഇതുവരെ ചെയ്തെന്താ, ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്തു, അതിനുശേഷം VTH ഫൈൻഡ് ഔട്ട് ചെയ്തു, RTH ഫൈൻഡ് ഔട്ട് ചെയ്തു. VTH RTH എന്തിനു വേണ്ടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്, തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ VTH RTH ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഡ്രോ ദ തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട്. തെവെനിൻ equivalent circuit, we need to draw the Thevenin equivalent circuit. Okay, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് RTH അല്ലെ, VTH ഇൻ സീരീസ് വിത്ത് RTH. ഓക്കെ, അതാണ് നമ്മൾ തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമുക്കറിയാം, VTHന്റെ വാല്യൂ എന്ന് വെച്ചാൽ ദിസ് വാല്യൂ ആണ്, അതുപോലെ RTHന്റെ വാല്യൂ ദിസ് വാല്യൂ ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ നോർമൽ DC അനാലിസിസിന്റെ മാക്സിമം പവർ ട്രാൻസ്ഫറും AC-യുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച DC-യുടെ മാക്സിമം പവർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും,
ആർ ടി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ആസ് ആർ എൽ ആയിരിക്കും. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. മാക്സിമം പവർ വിൽ ബി ഡെലിവേർഡ് ഫ്രം സോഴ്സ് ടു destination when the RTH value is same as RL value. Okay, source resistance is equal to load resistance. RTH is equal to RL value വരുന്ന കേസിലാണ്. ഇവിടെ റെസിസ്റ്റീവ് മാത്രം വരുന്ന നെറ്റ്വർക്കിന്റെ കേസിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻ അതാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പം ചെയ്യുന്നത് എന്താണ്? AC അനാലിസിസ് ആണ്. അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ടേംസ് വരുന്നത് AC അനാലിസിസ് ആണ്. AC അനാലിസിസ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ നമ്മൾ ലോഡ് റെസിസ്റ്റർ RL എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ഇവിടെ നമ്മൾ RL മാർക്ക് ചെയ്യും. RL എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് RTH ആയിരിക്കും. ദാറ്റ് ഈസ് RL ഈക്വൽ ടു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എന്തായിരിക്കും? RTH ആയിരിക്കും. കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് RTH ആയിരിക്കും. സപ്പോസ് നമ്മൾ RTH എം ആംഗിൾ 5 ആണെന്ന് വെച്ചു. എം ആംഗിൾ 5 ആണെങ്കിൽ അതിൻ്റെ എം ആംഗിൾ 5 തന്നെ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എം ആംഗിൾ -5 ആയിരിക്കും നമ്മളുടെ RL വാല്യൂ എന്ന് പറയുന്നത്. ഡി സിയുടെ കേസിൽ രണ്ട് സെയിം ആയിരുന്നു. പക്ഷേ എ സിയുടെ കേസ് വരുമ്പോഴത്തേക്ക് എന്ത് വരും? ദ RL ഈസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് RTH. RTH ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇതിപ്പം എം ആംഗിൾ 5 ഫോമിലാണെങ്കിൽ, ഇതുപോലെ തന്നെ X+JY ഫോമില ആകാം. XY/JY ഫോമില ആണെങ്കിൽ എന്ത് ചെയ്യണം? X-JY കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓർത്തോണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ് RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആംഗിൾ 5. ദിസ് ഈസ് എം ആംഗിൾ 5 ഫോമാണ്. ഇവിടെ കൊടുക്കേണ്ടത് എന്തായിരിക്കണം? എം ആംഗിൾ -5 ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. In case of AC circuit, the maximum power transfer occurs when RTH is equal to, അല്ലെങ്കിൽ RL is equal to complex conjugate of RTH. ഓക്കെ, അപ്പൊ ഇവിടെ RL വാല്യൂ എന്ത് വരും? പറഞ്ഞ 7.28 ആംഗിൾ -45.98 വരും. ഇവിടെ ഒരു മൈനസ് വരും. അതാണ് ഡിഫറൻസ്. AC യും DC ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. ഇതിന് നമുക്ക് സപ്പോസ് നമ്മൾ ഈ ഫോമിൽ ആക്കിയിരുന്നെങ്കിൽ ജെയുടെ ടേം അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആവും. അതാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. എം ആംഗിൾ 5 ആണെങ്കിൽ 5യുടെ വാല്യൂ ആയിരിക്കും സൈൻ ചേഞ്ച് ചെയ്യുന്നത്. എമ്മിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തില്ല, 5യുടെ വാല്യൂ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഇമാജിനറി ടേം X+JY ഫോം ആണെങ്കിൽ ഇമാജിനറി ടേമിന്റെ സൈൻ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഇതായിരിക്കും അതിന്റെ RL വാല്യൂ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. അതായത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് വരുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള RL വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 7.28 ആംഗിൾ -45.98 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാക്സിമം പവർ ട്രാൻസ്ഫർ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? മാക്സിമം പവർ ട്രാൻസ്ഫർ പവർ ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Pmax പവറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? VTH² ഡിവൈഡ് ബൈ 4RL ആണ്. ഇതായിരുന്നു നമ്മളുടെ മാക്സിമം പവർ ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ വരുന്നത്. അതിന്റെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അത് അതിന്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ Pmax is equal to VTH² ഡിവൈഡ് ബൈ 4RL എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, പിന്നെ അത് നമുക്ക് VTH വാല്യൂയും RL വാല്യൂയും കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാക്സിമം പവർ ട്രാൻസ്ഫർ ACയുടെ കേസായാലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ RL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് വരും? RL ഈക്വൽ ടു RTHന്റെ കോൺജുഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കേസിൽ ഇവിടെ നമുക്ക് RL എന്തായിരുന്നു കിട്ടിയത്? 7.28 ആംഗിൾ -45.98 ആയിരുന്നു നമുക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, RL ഈക്വൽ ടു RTH കോൺജുഗേറ്റ് ഈക്വൽ ടു RL ഈക്വൽ ടു 7.28 ആംഗിൾ -45.98 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ കേസിൽ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു റെക്ടാങ്കുലർ ഫോം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എം ആംഗിൾ 5 ആണ്. അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? X+JY ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, റെക്ടാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്കറിയാം ഈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ റിയൽ കമ്പോണന്റ് ആയിരിക്കും അല്ലേ? അതിന്റെ റിയൽ കമ്പോണന്റ് ആയിരിക്കും. ജെ വന്നതുകൊണ്ട് ദിസ് കറസ്പോണ്ട്സ് ടു അവർ ഇമാജിനറി കമ്പോണന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കമ്പോണൻസ് വരുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ആണ് അല്ലെ? നമ്മുടെ AC വരുമ്പോഴത്തേക്ക് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ വരും. അതിൽ ഇമാജിനറി ടേം വരുന്നത് എന്തിനൊക്കെ ആയിരിക്കും? നോക്കി വെരി ഗുഡ്. എന്തൊക്കെയൊക്കെ ആയിരിക്കും ഇമാജിനറി ടേം വരുന്നത്? ഇപ്പം -J വരുവാണെങ്കിൽ കപ്പാസിറ്റർ, +J വരുവാണെങ്കിൽ ഇൻഡക്ടർ. അപ്പം ഇമാജിനറി കമ്പോണന്റ് വരുന്നത് എന്തിന്റെ ടേംസിലായിരിക്കും? ഈ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ടേംസിലായിരിക്കും ഇമാജിനറി ടേം വരുന്നത്. അപ്പൊ റിയൽ ടേം കറസ്പോണ്ട്സ് എന്തായിരിക്കും? നമ്മളെ റെസിസ്റ്റൻസിന്റെ ആയിരിക്കും. ഓക്കെ,
അപ്പം ഈ പോളാർ ഫോമിലുള്ളതിന് നമ്മൾ റെക്ടാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കമ്പോണൻസ് കിട്ടും. അതിൽ റിയൽ കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോൺസ് റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ 3 കമ്പോണന്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മോർ പവർ ഡെലിവർ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം എന്തായിരിക്കും, റെസിസ്റ്റർ ആയിരിക്കും മോർ പവർ ഡെലിവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് മാക്സിമം പവർ ട്രാൻസ്ഫറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം AC-യുടെ കേസിൽ ഇതിന്റെ റിയൽ കമ്പോണന്റ് മാത്രമേ എടുക്കത്തുള്ളൂ, ഇമാജിനറി കമ്പോണന്റ് എടുക്കത്തില്ല. ഓക്കെ, അതായത് അതിനകത്ത് മേജർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് പവർ ഡെസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത് റെസിസ്റ്റീവ് കമ്പോണന്റ് ആയതുകൊണ്ട് വി വിൽ ടേക്ക് ഓൺലി ദ റിയൽ വാല്യൂ. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ? ഒരു കാര്യം ഡിഫറൻസ് വരുന്നത് ഇവിടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് M∠φ ആണെങ്കിൽ M∠−φ എടുക്കണം. സെക്കൻഡ് ഈ ഫോമിലാണെങ്കിൽ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം, ജെയുടെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇനി സെക്കൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇവിടെ RL എന്ന് വെച്ചാൽ RTH കോഞ്ചുഗേറ്റ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ് എടുത്തു. അതിനുശേഷം അതിനെ നമ്മൾ റെക്ടാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് റിയൽ ഇമാജിനറി ടേം ആയിട്ട് നമുക്ക് കമ്പോണൻസ് കിട്ടും. അതിൽ എപ്പോഴും റിയൽ ടേം വരുന്നത് എന്തായിരിക്കും, റെസിസ്റ്ററിന്റെ ആയിരിക്കും കമ്പോണ്ട് വരുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം -J2, ഇൻഡക്ടർ ആണെങ്കിൽ J2, അപ്പോൾ അവിടെ എന്തുണ്ട് J ടേം ഉണ്ട്. ദാറ്റ് കറസ്പോൺസ് ഇംപിഡൻസ് കറസ്പോൺസ് ടു ഇമാജിനറി ടേം കമ്പോണന്റ്. അപ്പോൾ മാക്സിമം പവർ വരുന്നത് ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഇതിന്റെ കേസിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ റിയൽ കമ്പോണന്റ് എടുക്കത്തുള്ളൂ. ഞാൻ ഇതിനെയാണെങ്കിൽ അതിന്റെ ഈക്വലന്റ് റെക്ടാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ 5.058 പ്ലസ് 5.23J എന്ന് കിട്ടി. ഓക്കെ, ഇതിന്റെ റെക്ടാങ്കുലർ ഫോമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കും ഈ വാല്യൂ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ എടുത്തില്ല, ഈ വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ, റിയൽ കമ്പോണന്റ് മാത്രമേ എടുക്കത്തുള്ളൂ, ഇമാജിനറി കമ്പോണന്റ് എടുക്കത്തില്ല. അതുപോലെ ഈ VTH എടുക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ VTH നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യില്ല, അതിൻ്റെ എന്താണ്ട് ഈ റിയൽ കമ്പോണന്റ് എടുക്കത്തുള്ളൂ. അപ്പം ഈ പവറിന്റെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് VTHന്റെ കേസിൽ എന്ത് എടുക്കത്തുള്ളൂ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എടുക്കത്തുള്ളൂ. ദാറ്റ് ഈസ് equal to 5.656 the whole square VTH square divided by 4 into RL എടുക്കത്തുള്ളൂ this value 5.058 ഈ വാല്യൂ എടുക്കത്തുള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് us 1.5811 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന വാല്യൂ വരുന്നത്. അപ്പൊ എന്തൊക്കെയാ വ്യത്യാസം? ഒന്നിന്റെ കേസിൽ ഈ RLന്റെ വാല്യൂ നമ്മൾ എന്ത് എടുക്കത്തുള്ളൂ, അതിനെ റെക്ടാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിന്റെ റിയൽ ടേം മാത്രമേ എടുക്കത്തുള്ളൂ, റെസിസ്റ്റീവ് കമ്പോണന്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അതാണ് ഞാൻ ഇവിടെ ഈ വാല്യൂ എടുത്തിരിക്കുന്നത്. ദിസ് വാല്യൂ ആൻഡ് ഓൾസോ the VTH value we will take only the magnitude value. ഇതിന്റെ കേസിൽ ആംഗിൾ എടുക്കത്തില്ല, ഈ മാഗ്നിറ്റ്യൂഡ് വാല്യൂ 5.656 ആ വാല്യൂ എടുക്കത്തുള്ളൂ. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് get the maximum power transferred equal to 1.5811 വാട്ട് എന്ന് കിട്ടും. ഇതാണ് ഒരു ടിപ്പിക്കൽ AC അനാലിസിസ് വരുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എസ് ആയിട്ട് ഷ്യൂറായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതിപ്പം ഇതിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് സോഴ്സും ആണ്, AC-യുടെ കേസാണ്. അപ്പം ഡിപെൻഡന്റ് സോഴ്സ് വരുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെ വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ RTH വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ISC ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH is equal to VOC/ISC ആണ്. അപ്പോൾ ISC എക്സ്ട്രാ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത്രയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ലോഡ് റെസിസ്റ്റർ അങ്ങ് റിമൂവ് ചെയ്യുക. സെക്കൻഡ് ആദ്യമേ ഏത് കാറ്റഗറി എന്നൊക്കെ നോക്കണം. ഡിപ്പെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ AC ആണോ DC എന്ന് നോക്കണം. ഇതിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് കേസാണ്, അതുപോലെ AC കേസാണ്. നമ്മൾ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്തു. അപ്പോൾ VTH വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മാക്സിമം പവർ ട്രാൻസ്ഫറിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് VTH ആൻഡ് RTH. ഓക്കെ, VTH ഫൈൻഡ് ഔട്ട് ചെയ്തു. VTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം, നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഏതാണോ അതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാമായിരുന്നു, പക്ഷേ AC-യും കാൽക്കുലേറ്ററിൽ കൊടുക്കാൻ ഡിഫറൻസും ബുദ്ധിമുട്ടും കാരണം നമ്മൾ എന്ത് ചെയ്തു, സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തു. അപ്പോഴത്തേക്ക് അത് അതിന്റെ സർക്യൂട്ട് സിമ്പിളായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഡയറക്റ്റ് VTH വാല്യൂ കിട്ടി. ഓക്കെ, അതിനുശേഷം RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്ത് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് കിട്ടി. അതിന്റെ ഇക്വലന്റ് എടുത്തപ്പോഴത്തേക്ക് RTHും കിട്ടി. അപ്പം അതിന്റെ സർക്യൂട്ട് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. എന്നിട്ട് AC ആയതുകൊണ്ട് നമ്മൾ RL എന്ന് വെച്ച് കഴിഞ്ഞാൽ RTHന്റെ കോഞ്ചുഗേറ്റ് ആണ്. ഇവിടെ കോഞ്ചുഗേറ്റ് നമ്മൾ കൊടുത്തു. ഇപ്പൊ ഇവിടെ M∠φ ആയതുകൊണ്ട് M∠−φ കൊടുത്തു.
അപ്പം നമുക്ക് ഇക്വലന്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഉള്ള ഇക്വലന്റ് സർക്യൂട്ട് കിട്ടി. അതിനുശേഷം മാക്സിമം പവർ ട്രാൻസ്ഫർ ചോദിച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും ഇങ്ങനത്തുള്ള ക്വസ്റ്റിനകത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഫൈൻഡ് ദ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് ചോദിക്കും. കാരണം അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിനെ ഈക്വൽ ആക്കിയിട്ട് അതിൻ്റെ ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും കൂടെ ഈക്വൽ ആക്കിയിട്ട് അതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ വാല്യൂ ഫൈൻഡ് ഔട്ട് ഉള്ളതാണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് കാണും, മാക്സിമം പവർ ട്രാൻസ്ഫറും കൂടെ അതിൻ്റെ വാല്യൂ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കാണും. അതിൻ്റെ എസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ RTH കിട്ടും. RTHനകത്ത് M∠φ ആണെങ്കിൽ അതിനെ റെക്ടാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് അതിനകത്ത് റിയൽ ടേമും ഇമാജിനറി ടേമും കാണും. റിയൽ ടേം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റെസിസ്റ്റീവ് നെറ്റ്വർക്കിനെ ആയിരിക്കും. അതുപോലെ ഇമാജിനറി വരുന്നത് കപ്പാസിറ്റർ ഇൻഡക്ടർ വരുന്നത്. അപ്പം നമ്മൾ ആ റെസിസ്റ്റീവ് കമ്പൗണ്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് അതിൻ്റെ x+j എക്സ് ടേം എടുക്കും. അതിനുശേഷം VTH എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫോം മാത്രമേ എടുക്കത്തുള്ളൂ. ആ VTHും RTHും ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫേർഡ്. അതുപോലെ അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇതാണ് ഒരു ടിപ്പിക്കൽ പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. If you haven't subscribed to this channel yet, subscribe to it and don't forget